നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധിച്ച് ഹൈറേഞ്ചിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാലയങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട മോഷണക്കേസിലെ പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട തമിഴ്നാട് തൂത്തുക്കുടി വരദരാജപുരം പേച്ചിമുത്തുവിനെയാണ് രാവിലെ 8:30 തൂക്കുപാലം പ്രകാശ് ഗ്രാമിന് സമീപത്തെ പാറമടയിൽ നിന്നും പിടികൂടിയത്. നിരത്തുകളിൽ ജീവൻ പൊലിയുന്ന കാൽനടയാത്രികരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഡ്രൈവർമാരുടെ അശ്രദ്ധയും മനഃപൂർവ്വമായ നിയമലംഘനവുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ക്ലീൻ മൂന്നാർ ഗ്രീൻ മൂന്നാർ പദ്ധതി അവതാളത്തിലായി. കല്ലാറിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഇപ്പോൾ മാലിന്യ നിക്ഷേപ പ്ലാന്റാണ്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മൂന്നാറിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് തിരിച്ചടിയാവുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു. വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധിച്ച് ഹൈറേഞ്ചിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാലയങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ദുർഗാഷ്ടമി ദിവസം പൂജ വെച്ച് മഹാനവമി ആരാധന കഴിഞ്ഞ് വിജയദശമി ദിനത്തിൽ രാവിലെ നട തുറന്നതോടെയാണ് ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. തിന്മയ്ക്ക് മേൽ നന്മ ജയിച്ചതിന്റെ പ്രതീകമായാണ് പുരാതന കാലം മുതലേ വിജയദശമി ആഘോഷിക്കുന്നത്. ദുർഗാദേവി മഹിഷാസുരനെയും ശ്രീരാമൻ രാവണനെയും ദേവേന്ദ്രൻ വൃതാസുരനെയും പരമശിവൻ ത്രിപുരന്മാരെയും മഹാവിഷ്ണു മധുകൈഫടന്മാരെയും നിഗ്രഹിച്ചതും വിരാട രാജ്യം ആക്രമിച്ച കൗരവരെ അർജുനന്റെ നേതൃത്വത്തിൽ പരാജയപ്പെടുത്തിയതും വിജയദശമി ദിനത്തിലാണ്. അന്ധകാരത്തിനുമേൽ പ്രകാശത്തിന്റെയും അജ്ഞാനത്തിനുമേൽ ജ്ഞാനത്തിന്റെയും വിജയം സംഭവിച്ച ദിവസവുമാണിത്. വിവിധ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. സാഹിത്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ കുട്ടികളെ എഴുത്തിനിരുത്തി. വിജയദശമിക്ക് ആദ്യാക്ഷരം കുറിക്കാൻ പ്രത്യേക സമയമുണ്ടായിരുന്നില്ല. എങ്കിലും ആരാധനാലയങ്ങളിൽ പുലർച്ചെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയും തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഇടുക്കി ജില്ലയിൽ നരിയമ്പാറ പുതിയക്കാവ് ദേവീക്ഷേത്രം, സ്വരാജ് സയൻ പബ്ലിക് സ്കൂൾ, തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അടിമാലി മഹാദേവ ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. നരിയമ്പാറ പുതിയക്കാവ് ദേവീക്ഷേത്രത്തിൽ അമൃതാനന്ദമയി മഠം പ്രതിനിധി സ്വാമി ജ്ഞാനാനന്ദപുരിയും സയൻ പബ്ലിക് സ്കൂളിൽ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലക്കിലുമാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നത്. വിദ്യാരംഭ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനും കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിനുമായി പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട മോഷണക്കേസിലെ പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട തമിഴ്നാട് തൂത്തുക്കുടി വരദരാജപുരം പേച്ചിമുത്തുവിനെയാണ് രാവിലെ 8:30 തൂക്കുപാലം പ്രകാശ് ഗ്രാമിന് സമീപത്തെ പാറമടയിൽ നിന്നും പിടികൂടിയത്. നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ കഴിഞ്ഞ മാസം 9 നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 27-നാണ് പേച്ചിമുത്തുവിനെയും കൂട്ടുപ്രതികളായ കോയമ്പത്തൂർ വൃന്ദാവൻ നഗർ സത്യമൂർത്തി, തൂത്തുക്കുടി ശങ്കരലിംഗപുരം കോമ്പയാൻ എന്നിവരെ നെടുങ്കണ്ടം പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തുടരന്വേഷണത്തിനായി 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് കേസിലെ രണ്ടാം പ്രതിയായ പേച്ചിമുത്ത് വ്യാഴാഴ്ച പുലർച്ചെ സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പുലർച്ചെ 3:30 പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെന്നാവശ്യപ്പെട്ട പേച്ചിമുത്തുവിനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കുകയായിരുന്നു. പുറത്തിറങ്ങിയ ഇയാൾ പോലീസുകാരനെ വെട്ടിച്ച് സ്റ്റേഷനിൽ തുറന്നു കിടന്നിരുന്ന ഗ്രില്ലിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI സണ്ണിച്ചൻ SIയെയും CIയെയും വിവരമറിയിച്ചു. തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ പ്രതി താന്നിമൂട് റോഡിലൂടെയാണ് ഓടി രക്ഷപ്പെട്ടത്. പോലീസിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് നാട്ടുകാരും പുലർച്ചെ മുതൽ തെരച്ചിലിൽ പങ്കെടുത്തു. കോമ്പയാർ, പുഷ്പക്കണ്ടം, രാമക്കൽമേട് തുടങ്ങിയ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അതിർത്തി കടക്കാനുള്ള പ്രതിയുടെ ശ്രമം പോലീസിന്റെയും നാട്ടുകാരുടെയും ഇടപെടൽ മൂലം വിഫലമാവുകയായിരുന്നു. വേറെ ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നവർ ആ വീടിൻ്റെ മുറ്റത്തൂടി യാത്ര ചെയ്യുന്നെന്ന് അവർ ന്യൂസിൽ. അങ്ങനെ അതിൻ്റെ ആ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ കാൽപ്പാടുകൾ കണ്ടിട്ട് ഞങ്ങൾ അവസാനം തപ്പി ചെന്നപ്പോഴത്തേക്ക് ഈ പുല്ലുകൾ ചാഞ്ഞു കിടക്കുന്നതാണ്. അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു കുഴിക്കകത്തിരിക്കുന്നത്, അതിൻ്റെ മണ്ടയ്ക്ക് കുറേ കമ്പുകളിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് തപ്പിയപ്പോഴാണ് ഈ വ്യക്തി ഇതിൻ്റെ അകത്തുനിന്ന് ചാടി പോകുന്നത്. അതിൻ്റെ പുറകെ പോയപ്പോഴത്തേക്ക് കമ്പിയെ തട്ടി വീണ്.
രാവിലെ 8:30 തൂക്കുപാലം പ്രകാശ് ഗ്രാമിൽ പ്രതിയെ കണ്ടതിനെ തുടർന്ന് CI N ബാബുക്കുട്ടൻ, SI അബ്ദുൾ ഷുക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും നാട്ടുകാരും സ്ഥലം വളയുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച പ്രതിക്ക് പോലീസ് ഭക്ഷണം നൽകുകയും ആരോഗ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ ഹാജരാക്കുകയും ചെയ്ത ശേഷം തിരികെ സ്റ്റേഷനിലെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കട്ടപ്പന അഗ്നിശമന സേനയിൽ ആംബുലൻസ് ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പീരുമേട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലേക്ക് ആംബുലൻസ് കൊണ്ടുപോയതോടെയാണ് കട്ടപ്പന അഗ്നിശമന സേനയിൽ ആംബുലൻസിന്റെ സേവനം നഷ്ടമായത്. കട്ടപ്പന അഗ്നിശമന സേനയ്ക്ക് ആംബുലൻസ് ഇല്ലാത്തത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുകയാണ്. ഇടുക്കി ജലാശയത്തിൽ ഉൾപ്പെടെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുകയെന്നത് വെല്ലുവിളി ഉയർത്തുന്നു. കട്ടപ്പനയിലെ അഗ്നിശമന സേനയ്ക്കുണ്ടായിരുന്ന ആംബുലൻസ് പീരുമേട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് കൈമാറിയതാണ് ഇവിടെ ആംബുലൻസ് ഇല്ലാതാക്കിയത്. പീരുമേട്ടിൽ പുതിയ ഫയർ സ്റ്റേഷൻ അനുവദിച്ചപ്പോൾ കട്ടപ്പനയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ഓരോ വാഹനങ്ങൾ പീരുമേട്ടിലേക്ക് അയക്കുകയായിരുന്നു. പീരുമേട്ടിൽ പുതിയ ആംബുലൻസ് വരുമ്പോൾ കട്ടപ്പനയിലേക്ക് ആംബുലൻസ് തിരികെ എത്തിക്കാമെന്നതായിരുന്നു വ്യവസ്ഥ. പീരുമേട്ടിൽ ആംബുലൻസ് കിട്ടാതായപ്പോൾ കട്ടപ്പന ഫയർഫോഴ്സിന്റെ കാര്യം കഷ്ടത്തിലുമായി മാറി. നിരത്തുകളിൽ ജീവൻ പൊലിയുന്ന കാൽനടയാത്രികരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഡ്രൈവർമാരുടെ അശ്രദ്ധയും മനഃപൂർവ്വമായ നിയമലംഘനവുമാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. നഗരങ്ങളിലെ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വമില്ലായ്മ വ്യക്തമാക്കുന്നതായിരുന്നു കൊച്ചിയിലെ 2 സഹോദരിമാർ സ്വകാര്യ ബസ് ഇടിച്ചു മരിച്ച സംഭവം. ഫുട്പാത്തിലൂടെ നടന്നുപോവുകയായിരുന്ന ഇവരുടെ ദേഹത്തേക്ക് അമിത വേഗതയിൽ വന്ന ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി കാൽനടയാത്രികരുടെ ജീവനുകളാണ് നമ്മുടെ നിരത്തുകളിൽ പൊലിയുന്നത്. ഡ്രൈവർമാരുടെ അശ്രദ്ധയോ മനഃപൂർവ്വമായ നിയമലംഘനമോ ആണ് മിക്കപ്പോഴും അപകടങ്ങൾക്ക് കാരണമാവുന്നത്. സീബ്ര ലൈനുകളിൽ വാഹനങ്ങൾ നിർത്താൻ പലപ്പോഴും ഡ്രൈവർമാർ തയ്യാറാകാറില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കുമൊക്കെ മണിക്കൂറുകൾ കാത്തുനിന്നാലും റോഡ് മുറിച്ച് കടക്കാനുമാവില്ല. വാഹന ഡ്രൈവർമാരുടെ നിയമലംഘനങ്ങൾ കണ്ടാലും ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോലും കണ്ട മട്ട് നടിക്കാറുമില്ല. ഇത് ഗുരുതരമായ നിയമലംഘനമാണ്. ഈ സീബ്ര ലൈനുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ നടക്കാൻ അതിലേപോലെ പോലും നടക്കാൻ പേടിച്ച ആൾക്കാർ ഓടിച്ചാടി മാറുന്നത് കാണുമ്പം കണ്ടു നിൽക്കുന്ന പോലീസുകാർ പോലും മൈൻഡ് ചെയ്യാതെ അവർ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്. സീബ്ര ലൈനുകൾ ഇല്ലാത്ത റോഡുകളും നിരവധി. ഒരിക്കൽ വരച്ച സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങിയാൽ വീണ്ടും വരയ്ക്കാൻ PWD അധികൃതർ മെനക്കെടാറുമില്ല. സമാന സ്ഥിതിയിലാണ് ഫുട്പാത്ത് പാതകളുടെ കാര്യവും. നടക്കാനുള്ള ഇടങ്ങൾ വാഹന പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങളായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ കച്ചവടക്കാർ കയ്യേറി സ്വന്തം അധീനതയിലാക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിനോട് പ്രതികരിക്കാറുമില്ല. ഉപഭോക്താവ് വൻ വില കൊടുത്ത് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും വാങ്ങുമ്പോഴും കർഷകന് മാന്യമായ വില ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം MM മണി കേരള കർഷക സംഘത്തിന്റെ നെടുങ്കണ്ടം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏലത്തിന്റെയും റബ്ബറിന്റെയും കാര്യത്തിലും സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് MM മണി പറഞ്ഞു. മുൻ UPA സർക്കാരും നിലവിലെ BJP സർക്കാരും പിന്തുടർന്നു വരുന്ന നയങ്ങളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളുടെ വില തകർച്ച, പച്ചക്കറിയുടെ വില തകർച്ച. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും പച്ചക്കറി മേടിക്കുന്ന നമ്മൾ ഉപഭോക്താവായി മേടിക്കുമ്പം ഇതൊന്നും നമുക്ക് ബാധകമല്ല. തീ പിടിക്കുന്ന വില കൊടുക്കണം. ഈ വർദ്ധിച്ച വില, അതിൻ്റെ ഗുണം ഈ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൃഷിക്കാരന് ഒരിക്കലും കിട്ടിയിട്ടില്ല. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ KM ഷാജി അധ്യക്ഷനായിരുന്നു. KSKTU ജില്ലാ സെക്രട്ടറി PN വിജയൻ, വൈസ് പ്രസിഡന്റ് NK ഗോപിനാഥൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PPM ബഷീർ, ഏരിയ സെക്രട്ടറി TR ശശികുമാർ, A അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ക്ലീൻ മൂന്നാർ ഗ്രീൻ മൂന്നാർ പദ്ധതി അവതാളത്തിലായി. കല്ലാറിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഇപ്പോൾ മാലിന്യ നിക്ഷേപ പ്ലാന്റാണ്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മൂന്നാറിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് തിരിച്ചടിയാവുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻ സർക്കാരാണ് ക്ലീൻ മൂന്നാർ ഗ്രീൻ മൂന്നാർ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായി കല്ലാറിൽ കോടികൾ മുടക്കി മാലിന്യ സംസ്കരണ പ്ലാന്റും സ്ഥാപിച്ചു. എന്നാൽ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുക. പ്രവർത്തനം നിലച്ചതോടെ മാലിന്യ സംസ്കരണ കേന്ദ്രം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മലനിരകൾ നിറഞ്ഞ മൂന്നാറിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് ഒരു മല തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. മൂന്നാറിന്റെ പച്ചപ്പിനെയും പരിസ്ഥിതിയെയും നശിപ്പിക്കുന്നതിൽ ഇന്ന് ഈ കേന്ദ്രത്തിന് ചെറുതല്ല പങ്ക്. കഴിഞ്ഞ പുതിയതായിട്ട് ഭരണസമിതിയും അതുപോലെ തന്നെ അധികൃതരും അതിനെക്കുറിച്ച് യാതൊരു നടപടി ഇപ്പോൾ മൂന്നാർ കണ്ടറിയാം. മൂന്നാറിലെ വേസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ഡംപിങ് യാർഡ് എന്ന് പറയുന്നത് പുഴയാണ്, മുതിരപ്പുഴയാണ്. ഈ പറയുന്ന മൂന്നാറിലുള്ള റോഡ് സൈഡിലെ ഒരു നിയർ അബൌട്ട് ഒരു 3 കിലോമീറ്റർ വരുന്ന ഭാഗത്തുള്ള 140 ഹോട്ടലുള്ള മാലിന്യങ്ങളും ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റീവാണ്. വന്യമൃഗങ്ങൾക്കും ഈ മാലിന്യ നിക്ഷേപം വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പുഴയിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവശിഷ്ടങ്ങൾ മൂന്നാറിലെ 3 ആറുകളെയും മലീമസമാക്കുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനോ സംസ്കരിക്കുന്നതിനു പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിനോ
ഗ്രാമപഞ്ചായത്തോ സർക്കാരോ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഇനി റിവ്യൂ ടൈം. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ക്ലീൻ മൂന്നാർ ഗ്രീൻ മൂന്നാർ പദ്ധതി അവതാളത്തിലായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കല്ലാറിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഇപ്പോൾ മാലിന്യ നിക്ഷേപ പ്ലാന്റായി മാറിയിരിക്കുന്നു. ഇത് എത്രത്തോളം മൂന്നാറിനെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും KM സിനോബി നമ്മോടൊപ്പം ചേരുന്നു. സിനോബി, ഇതിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സൂര്യലാൽ, തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിനെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി കല്ലാറിന് സമീപം ഗ്രീൻ മൂന്നാർ ക്ലീൻ മൂന്നാർ എന്ന പദ്ധതി പ്രകാരം ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ തുടർന്ന് വന്ന UDF ഗവൺമെൻറ് ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടത്ര താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നതിനെ തുടർന്ന് മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച പ്ലാന്റ് ഇപ്പോൾ മാലിന്യ സംഭരണ കേന്ദ്രം മാത്രമായി മാറിയിരിക്കുകയാണ്. അതായത് മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ ഇവിടെ ഇപ്പോൾ കുന്നുകൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശങ്ങളിലൊന്നായ മൂന്നാറിൻ്റെ കാലാവസ്ഥയിൽ ഓരോ വർഷം ചെല്ലും തോറും വലിയ വ്യതിയാനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുന്നുകൂടുന്ന മാലിന്യങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ മുതിരപ്പുഴയാർ, ചിന്തുവരയാർ, കുണ്ടളയാർ, ഈ 3 ആറുകളുടെ സംഗമ ഭൂമി കൂടിയാണ് മൂന്നാർ പട്ടണം. മൂന്നാർ പട്ടണത്തിലുണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾ അത് അവിടുത്തെ ഈ 3 ആറുകളിലെയും ജലത്തെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അവിടെ ജലമലിനീകരണവും വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. മൂന്നാറിലെ ശുദ്ധമായ കാഴ്ചകളും ശുദ്ധമായ വായുവുമെല്ലാം ശ്വസിക്കാനെത്തുന്ന സഞ്ചാരികൾ ഈ മൂന്നാറിലെ ഇത്തരം മാലിന്യ പ്രശ്നങ്ങൾ മൂലം ഇവിടം വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഏതാണ്ട് അടുത്ത കാലത്ത് തന്നെ സംജാതമാകും ഈ അവസ്ഥ തുടർന്ന് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഈ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ കല്ലാറിന് സമീപത്തെ ഈ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് എത്രയും വേഗം തുറന്ന് പ്രവർത്തിപ്പിക്കുവാനും അവിടെ ശരിയായ രീതിയിൽ മാലിന്യങ്ങൾ തരം തിരിച്ച് സംസ്കരിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കേണ്ടതുണ്ട്. അതിന് സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണം. ഇത് മാത്രമാണ് മൂന്നാറിനെ ഇപ്പോൾ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏക മാർഗം. സൂര്യലാൽ, മൂന്നാറിൽ നടപ്പിലാക്കിയ ഗ്രീൻ മൂന്നാർ ക്ലീൻ മൂന്നാർ പദ്ധതി അവതാളത്തിലായതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ KM സിനോബി പങ്കുവച്ചത്. നന്ദി സിനോബി. മറ്റു വാർത്തകളിലേക്ക്. കാഞ്ചിയാർ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നടന്നു. റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ അനുവദിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചത്. ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയായതോടെ നിരവധി കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് സഫലീകരിച്ചത്. ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ് അധ്യക്ഷയായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മേരി ആന്റണി, ജാൻസി ഷാജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാലവും കഥയും മാറുമ്പോൾ വിദ്യാരംഭത്തിനും ന്യൂ ജനറേഷൻ ടച്ച്. കുമളിയിൽ കമ്പ്യൂട്ടർ മൗസിലൂടെ ഹരിശ്രീ കുറിച്ച കുരുന്നുകൾ അനവധിയാണ്. വാർത്തകൾ തുടരുന്നു. തേങ്ങാവില കുതിച്ചുയരുന്നു. രോഗബാധ മൂലം തെങ്ങ് കൃഷി ജില്ലയിൽ നിന്ന് പടിയിറങ്ങുന്നതും റബ്ബർ കൃഷി വ്യാപകമാകുന്നതുമാണ് തേങ്ങാവില കുതിച്ചുയരാൻ കാരണം. തേങ്ങാവില റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴും ജില്ലയിൽ തേങ്ങയ്ക്ക് വൻ ക്ഷാമം അനുഭവപ്പെടുകയാണ്. ഗാർഹിക ആവശ്യത്തിന് പോലും ആളുകൾ ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട്ട് നിന്നുമുള്ള തേങ്ങയാണ്. തൊടുപുഴയിൽ മാത്രം 1 ടൺ തേങ്ങയാണ് കാർഡ്സ് മുഖേന ഗാർഹിക ആവശ്യത്തിനായി വിറ്റഴിക്കുന്നത്. റബ്ബർ കൃഷി വ്യാപിച്ചതും രോഗബാധയും മൂലം ജില്ലയിൽ തെങ്ങ് കൃഷി നാമാവശേഷമായതാണ് ക്ഷാമത്തിന് കാരണമായി മാറിയത്. തേങ്ങയുടെ വില വർഷാവർഷം കുറഞ്ഞുവരിക കൂടി ചെയ്തതോടെ കർഷകർ തെങ്ങ് കൃഷിയെ ഉപേക്ഷിച്ച് മറ്റു വിളകളിലേക്ക് തിരിഞ്ഞു. തെങ്ങിൽ കയറാനും ആളെ കിട്ടാതായതോടെ പലരും തെങ്ങുകൾ വെട്ടി ഒഴിവാക്കി. അവശേഷിക്കുന്ന തെങ്ങിൻ തോപ്പുകളാവട്ടെ ചെത്താനും നൽകി. തമിഴ്നാട്ടിൽ മഴയില്ലാത്തതുമൂലം തെങ്ങ് കൃഷി നശിച്ചതും തേങ്ങ ഉപഭോഗം മുൻ വർഷങ്ങളിലേക്കാൾ ഉയർന്നതുമാണ് ക്ഷാമത്തിനിടയാക്കിയ മറ്റൊരു കാരണം. കഴിഞ്ഞ 6 മാസമായി തേങ്ങയുടെ വില കുതിച്ചുയരുകയാണ്. ഇപ്പോൾ 1 കിലോ 33 രൂപ മുതലാണ് സംഭരിക്കുന്നത്. 38 മുതൽ 42 രൂപ വരെയാണ് കച്ചവടക്കാർ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വില. ഇനി ഫോക്കസ് ഇടുക്കി.
കാലവും കഥയും മാറുമ്പോൾ വിദ്യാരംഭത്തിനും ന്യൂ ജനറേഷൻ ടച്ച്. കുമളിയിൽ കമ്പ്യൂട്ടർ മൗസിലൂടെ ഹരിശ്രീ കുറിച്ച കുരുന്നുകൾ അനവധിയാണ്. ഓട്ടുരുളിയിലോ തളികയിലോ തൂശനിലയിലോ ഉണക്കലരിയിട്ട് അതിൽ ഹരിശ്രീ ഗണപതയെ നമ എന്നെഴുതി ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾ. വിദ്യാരംഭം എന്ന് പറയുമ്പോൾ മനസ്സിലേക്കെത്തുന്നത് ഈ ദൃശ്യങ്ങളാണ്. എന്നാൽ കാലവും കഥയും മാറുകയാണ്. ഇത് കമ്പ്യൂട്ടർ യുഗം, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കാലം. ഉണക്കലരിയിലൂടെ ഹരിശ്രീ വരച്ചവർ ഇന്ന് കമ്പ്യൂട്ടർ മൗസിൽ അക്ഷരങ്ങൾ വരച്ചുകൂട്ടുന്നു. ഗുരുവും ഗുരുസ്ഥാനീയരും ഹരിശ്രീ കുറിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഗുരു കമ്പ്യൂട്ടറായി മാറി. കുമളി ശ്രീ ഗണപതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാണ് കമ്പ്യൂട്ടറിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിന് അവസരമൊരുക്കിയത്. 50ഓളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മൗസിലൂടെ വിദ്യാഭ്യാസത്തിന്റെ വാതിൽ തുറന്നു. ആദ്യാക്ഷരം കുറിപ്പിച്ച ഗുരു ആരെന്ന ചോദ്യത്തിന് ഇവർ ഉത്തരം പറയും. കമ്പ്യൂട്ടർ ഗുരുജി. ഇടുക്കി നെറ്റ് ന്യൂസ് ബ്യൂറോ, കുമളി. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ 43ാം വാർഷിക പൊതുയോഗം നടന്നു. കട്ടപ്പന ശാന്തി നഗറിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷന്റെ പുതിയ മന്ദിരത്തിലാണ് പൊതുയോഗം നടന്നത്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് പൊതുയോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടറി സണ്ണി പയ്യമ്പള്ളിയിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ട്രഷറർ സാജൻ ജോർജ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. യോഗത്തിൽ KVVS കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP ഹസൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CK മോഹനൻ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ആഗ്നസ് ജോയ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷിജോ തടത്തിൽ, സെക്രട്ടറിമാരായ ജെയിംസ് മാത്യു, തോമസ് സെബാസ്റ്റ്യൻ, PK മാണി തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും രോഗനിർണയ ക്യാമ്പും കട്ടപ്പനയിൽ നടന്നു. വെൽനസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിലാണ് ക്യാമ്പ് നടന്നത്. ചിലവേറിയ വലിയ സ്കാനിങ്ങുകളോ ലാബോറട്ടറി പരിശോധനകളോ ഇല്ലാതെ തന്നെ നിലവിലുള്ളതും സമീപഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ രോഗാവസ്ഥകളെ കണ്ടെത്തുന്ന ചൈനീസ് റിഫ്ലക്സോളജിയെ ആധാരമാക്കിയുള്ള മെഡിക്കൽ ക്യാമ്പാണ് നടന്നത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PJ സത്യപാലൻ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റം ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ജീവിതശൈലി മാറ്റവും ലഘുവ്യായാമ മുറകളും പോഷണ ചികിത്സയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതിയാണ് ചൈനീസ് റിഫ്ലക്സോളജിയിൽ പിന്തുടരുന്നത്. ചൈനീസ് പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ടോമി കുര്യനാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. യഹോവ സാക്ഷികളുടെ ത്രിദിന കൺവെൻഷന് കട്ടപ്പനയിൽ തുടക്കമായി. പ്രസംഗങ്ങളും നാടകങ്ങളും അടക്കം അവതരിപ്പിച്ചാണ് കൺവെൻഷൻ നടക്കുന്നത്. യഹോവ സാക്ഷികളുടെ 2ാം മേഖലാ കൺവെൻഷനാണ് കട്ടപ്പനയിൽ ആരംഭിച്ചിരിക്കുന്നത്. 3 ദിവസം ദൈർഘ്യമുള്ള കൺവെൻഷനിൽ നാടകങ്ങളും പ്രഭാഷണങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും. ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കൺവെൻഷൻ നടക്കുക. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1500ഓളം പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. കാഞ്ചിയാർ പഞ്ചായത്തുതല കേരളോത്സവത്തിന് തുടക്കമായി. ക്ലബ്ബുകളെയും സാംസ്കാരിക സംഘടനകളെയും പ്രതിനിധീകരിച്ചാണ് മത്സരാർത്ഥികൾ കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാഞ്ചിയാർ പഞ്ചായത്തുതല കേരളോത്സവം നടന്നത്. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളെയും സാംസ്കാരിക സംഘടനകളെയും പ്രതിനിധീകരിച്ചാണ് മത്സരാർത്ഥികൾ പങ്കെടുത്തത്. കേരളോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ് അധ്യക്ഷയായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം മുകേഷ് മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മേരി ആന്റണി, ജാൻസി ഷാജി, ബാബു തെക്കേൽ, ഷിജി സിബി, MV കുര്യൻ, സൂസമ്മ സാബു, ഷുഹൈബ് മുള്ളംകുഴി, സിനി സാബു, ജോയ് തോമസ്, ജോസ് ഞായർകുളം തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമീണ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്തർലീനമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്തുന്നതിൽ തീർച്ചയായും അത് ഉപകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളോത്സവം 5-ാം തീയതി സമാപിക്കും. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 20,240 രൂപ, 1 ഗ്രാം സ്വർണത്തിന് 2,530 രൂപ, വെള്ളി ഗ്രാമിന് 38 രൂപ. കമ്പോള വാർത്തകൾ. ഏലം കൂടിയ വില 750, കുറഞ്ഞ വില 700 രൂപ. കുരുമുളക് 640 രൂപ, കാപ്പി 135 രൂപ, റബ്ബർ 110 രൂപ. ഗ്രാമ്പൂ 975 രൂപ, കൊക്കോ 37 രൂപ, ജാതി 290 രൂപ, ജാതിപത്രി 700 മുതൽ 1000 വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധിച്ച് ഹൈറേഞ്ചിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാലയങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട മോഷണക്കേസിലെ പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട തമിഴ്നാട് തൂത്തുക്കുടി വരദരാജപുരം പേച്ചിമുത്തുവിനെയാണ് രാവിലെ 8:30 തൂക്കുപാലം പ്രകാശ് ഗ്രാമിന് സമീപത്തെ പാറമടയിൽ നിന്നും പിടികൂടിയത്.
നിരത്തുകളിൽ ജീവൻ പൊലിയുന്ന കാൽനടയാത്രികരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഡ്രൈവർമാരുടെ അശ്രദ്ധയും മനഃപൂർവ്വമായ നിയമലംഘനവുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ക്ലീൻ മൂന്നാർ ഗ്രീൻ മൂന്നാർ പദ്ധതി അവതാളത്തിലായി. കല്ലാറിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഇപ്പോൾ മാലിന്യ നിക്ഷേപ പ്ലാന്റാണ്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മൂന്നാറിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് തിരിച്ചടിയാവുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.